ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൽ ആർക്കിന് എങ്ങനെയാണ് ഗ്ലോബൽ വിഡ്ത്ത് കൊടുക്കുന്നത് എന്നാണ്. നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, സർക്കിളിന് ഗ്ലോബൽ വിഡ്ത്ത് കൊടുക്കുന്നത്. ആ വീഡിയോയുടെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കിന് എങ്ങനെയാണ് ഗ്ലോബൽ വിഡ്ത്ത് കൊടുക്കുക എന്ന്. അത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു AutoCAD ഫയൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി 2 ആർക്കുകൾ വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ആർക്കാണ്. അതേപോലെ ഈ രണ്ടാമത്തതും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ആർക്കാണ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലോബൽ വിഡ്ത്ത് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുകയില്ല. ഓക്കെ, നമുക്ക് അറിയാം പോളിലൈൻ ആക്കി കഴിഞ്ഞാൽ എന്ത് ഒബ്ജക്റ്റിനും ഗ്ലോബൽ വിഡ്ത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ആർക്കിനെ പോളിലൈൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം, അല്ല എന്നുണ്ടെങ്കിൽ PE എന്ന് അടിക്കുക. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ PE, P എഡിറ്റ് എന്നത്, അത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുക. നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആർക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചോദിക്കും, ഡു യു വാണ്ട് ടു ടേൺ ഇറ്റ് ഇൻടു 1? യെസ് ആയിരിക്കും, Y ആയിരിക്കും അവിടെ. ഇനി Y അല്ല, N ആണ് എന്നുണ്ടെങ്കിൽ Y കൊടുത്ത് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഈ കാണുന്ന JOIN, ജോയിൻ എന്നത്, അല്ല എന്നുണ്ടെങ്കിൽ J ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കുക. സെലക്ട് ഒബ്ജക്റ്റ്, എൻ്റർ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് പോളിലൈൻ ആയിട്ടുണ്ടാവും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് പോളിലൈൻ ആയി കഴിഞ്ഞു. നമുക്കൊന്നും കൂടെ നോക്കാം. ഇത് സെലക്ട് ചെയ്യുന്നു, PE അടിക്കുന്നു, Y എൻ്റർ അടിക്കുന്നു, J എൻ്റർ. ഇനി നമുക്കിതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതും പോളിലൈൻ ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു ആർക്ക് വരഞ്ഞ് അതിനുശേഷം ഒന്ന് നോക്കാം. ആർക്കിന് വേണ്ടി ഞാൻ A അടിക്കുന്നു, ഇതുപോലെ ആർക്ക് വരയുന്നു. ഇപ്പോൾ നോക്കാം നമുക്ക്. ഇതിവിടെ ആർക്കാണ്. സെലക്ട് ചെയ്യുന്നു, PE അടിക്കുന്നു, Y എൻ്റർ അടിക്കുന്നു, J എൻ്റർ. അപ്പോൾ ഇനി ഇതൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇതും പോളിലൈൻ ആയി കഴിഞ്ഞു. ഇനി പോളിലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഗ്ലോബൽ വിഡ്ത്ത് എന്നത്. ഞാൻ ഇത് സെലക്ട് ചെയ്ത് 1 എന്ന് കൊടുക്കുന്നു. ഇത് സെലക്ട് ചെയ്ത് 0.5 കൊടുക്കുന്നു. ഇത് സെലക്ട് ചെയ്ത് 0.2 കൊടുക്കുന്നു. അപ്പോൾ അത്രയേ ഇന്നത്തെ വീഡിയോ. ഓട്ടോകാഡിൽ ആർക്കിന് ഗ്ലോബൽ വിഡ്ത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.